എല്ലാവർക്കും നമസ്കാരം. വെച്ചൂർ ഫാം എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമ്മുടെ ഫാമിലെ ഒരു ദിവസം നമ്മൾ എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നതും ഇവിടുത്തെ കുറച്ച് വിശേഷങ്ങളും കാര്യങ്ങളുമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവർ മറക്കാവുന്ന ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവരും സപ്പോർട്ടും ഉണ്ടാവും. അതേപോലെ ഒരു സന്തോഷമുണ്ട്, നമ്മുടെ ചാനലിന് മോണിറ്റൈസേഷൻ കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സന്തോഷം കൂടി നിങ്ങളിലേക്ക് എത്തിക്കുന്നു. മാക്സിമം ഇതേപോലെ നമ്മുടെ വീഡിയോസൊക്കെ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുമല്ലോ. അപ്പോൾ നമുക്ക് നേരെ പോവാം വീഡിയോയിലേക്ക്. അപ്പോൾ നമ്മൾ രാവിലെ തന്നെ എണീറ്റിട്ട് പശുവിൻ്റെ തൊഴുത്ത് കാര്യങ്ങൾ ക്ലീനിങ് ആണ് ആദ്യം തുടങ്ങുക. അതിനുശേഷമാണ് നമ്മൾ കറവ കാര്യങ്ങളൊക്കെ. നമ്മൾ ഈ കറക്കുന്ന പശുക്കളെ മാത്രം പഴയ തൊഴുത്തിലാണ് നിർത്തുക. നമുക്ക് 2 തൊഴുത്തുണ്ട്. വീടിൻ്റെ ഫ്രണ്ടിൽ പഴയ തൊഴുത്തും അപ്പുറത്ത് പുതിയ തൊഴുത്തുമായിട്ടാണ്. കറക്കുന്ന 2 പേരെ ആദ്യം കുളിപ്പിച്ചിട്ട് അപ്പോൾ അതൊക്കെ കറവ കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യണ്ടായി കേട്ടോ. അപ്പോൾ കറക്കുന്ന വീഡിയോ എടുക്കുന്ന സമയത്ത് ആളുണ്ടായില്ല, അതുകൊണ്ട് അത് ഉൾപ്പെടുത്തിയിട്ടില്ല. അതിനുശേഷം കറവ കാര്യങ്ങൾ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ചായയൊക്കെ കുടിച്ചിട്ട് ഈ കങ്കൂനെയും നമ്മുടെ പുങ്കന്നൂരിൻ്റെ കാളക്കൂട്ടനാണ്, ഇവരെ 2 പേരെയും തിന്നാനായിട്ട് നമ്മൾ റോഡിൽ കൊണ്ട് കെട്ടാറുണ്ട്. ഇവിടുന്ന് ഏകദേശം 1 കിലോമീറ്റർ ദൂരെ വരെ പറമ്പിൽ കൊണ്ട് കെട്ടാറുണ്ട് കേട്ടോ. അവർ കറക്റ്റായിട്ട് അങ്ങ് പൊക്കോളും. അതിനുശേഷം വീട്ടിൽ വന്നിട്ട് നമ്മൾ നമ്മുടെ ആടുകൾക്ക് ആദ്യം തന്നെ തവിട് കൊടുക്കാനുള്ള പരിപാടിയാണ്. അപ്പോൾ കുഞ്ഞുണ്ട് കേട്ടോ. കുഞ്ഞു രാവിലെ തന്നെ പരിപാടി അത്യാവശ്യം നമ്മളെ സഹായിക്കാനൊക്കെ കൂടെ കൂടിക്കോളും. എൻ്റെ ഒപ്പം വന്നു. പുള്ളി കുറച്ച് നേരമൊക്കെ അതും ഇതൊക്കെ ആയിട്ട് അങ്ങനെ നടന്നു. പശുവിനെ കെട്ടുന്ന കാര്യങ്ങൾക്കും ഒക്കെ എൻ്റെ കൂടെ വരാറുണ്ട് ചില സമയം. ആളുടെ മൂഡ് പോലെ ഇരിക്കും എന്താണേലും. അതിനുശേഷം ആടിന് ഞങ്ങൾ ഗോതമ്പ് തവിടാണ് കൊടുക്കുന്നത്. മുട്ടന് പിണ്ണാക്കും, പെണ്ണാടുകൾക്ക് ഗോതമ്പ് തവിടുമാണ് കൊടുക്കുന്നത്. പൊതുവേ മുട്ടന്മാർക്ക് ഗോതമ്പ് തവിട് കൊടുത്താൽ കിഡ്നി സ്റ്റോൺ വരാനുള്ള ചാൻസ് ഉണ്ടെന്ന് പറയാൻ കേൾക്കുന്നുണ്ട്. കറക്റ്റ് ആണോ എന്ന് എനിക്കറിയില്ല. എന്താണെങ്കിലും ഓരോ തവിടിലും എന്തൊക്കെയോ മണ്ണിൻ്റെ കണ്ടൻറ്റോ അങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ടാണ് സ്റ്റോൺ വരുന്നതെന്നും പറഞ്ഞു കേട്ടോ. അതുകൊണ്ട് ഞങ്ങൾ മുട്ടന്മാർക്ക് കൊടുക്കാറില്ല കേട്ടോ. ഗോതമ്പ് തവിട് പതുക്കെ നനച്ചിട്ട് നമ്മൾ ആദ്യം കൂട്ടിലുള്ളവർക്ക് കൊടുത്തു. 1-2 ആൾക്കാർ വെളിയിലും ഉണ്ടായിരുന്നു. എല്ലാവർക്കും തവിട് കൊടുത്തതിന് ശേഷമാണ് നമ്മൾ പുറത്തേക്കൊക്കെ കൊണ്ടുപോകുന്നത്. നമ്മളിതാ ഇങ്ങനെ ഈ ഒരു തിക്കായിട്ടാണ് കൊടുക്കണേ. അതിനുശേഷം വെള്ളം വെച്ച് കൊടുക്കാറാണ് പതിവ്. ആവശ്യമുള്ളവർ വെള്ളം കുടിക്കും, ചിലവർ കുടിക്കാറില്ല. ഇതുകൊണ്ട് തന്നെ അവർ തൃപ്തിയാവും. പിഗ്മീസിനൊക്കെ ഈ ഒരു ക്വാണ്ടിറ്റി ഫീഡ് മതി കേട്ടോ. കനേഡിയൻ പിഗ്മിയുടെ അമ്മയും കുഞ്ഞുമാണ് ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്നത്. അതിനുശേഷം നമ്മൾ നേരെ വന്നിട്ട് നമ്മുടെ പശുക്കൾക്കൊക്കെ കുറച്ച് വൈക്കോല് കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുത്തു. നമ്മുടെ മുറ്റവും പരിസരവും തൊഴുത്തിൻ്റെ ഏരിയയൊക്കെ ആകെ ഡാർക്കായിട്ട് കിടക്കുമായിരുന്നു. അപ്പോൾ അതും കൂടി ഒന്ന് ക്ലീൻ ചെയ്യുക കാര്യങ്ങളൊക്കെ ഉണ്ടാവണമെന്ന് കരുതി. അതുകൊണ്ട് ആദ്യം ഇവർ കച്ചി കാര്യങ്ങളൊക്കെ കഴിച്ചിട്ട് വെള്ളവും കൊടുത്തു കേട്ടോ. അതിനുശേഷം നമ്മൾ ആടുകളെ പതുക്കെ വെളിയിലേക്ക് ഇറക്കിയിട്ട് കുറച്ച് സമയം അവർ പച്ചപ്പുല്ലൊക്കെ തിന്നട്ടെ. ഇപ്പോൾ കുഞ്ഞുങ്ങളും ഒക്കെ ഇങ്ങനെ തിന്ന് ശീലിക്കേണ്ട ഒരു സമയമാണല്ലോ. അതുകൊണ്ട് നമ്മൾ നമ്മുടെ വാതിക്കലുള്ളൊരു ചെറിയ റോഡാണ്. അതിനുശേഷം അപ്പുറത്തൊരു പറമ്പിലും കൊണ്ട് കുറച്ച് സമയം ഫ്രീ ആയിട്ട് വിടാറുണ്ട്. അങ്ങനെ തിന്നുമ്പോഴേക്കിന് അത്യാവശ്യം നല്ല ഗ്രോത്തും ഉണ്ടാകും. ആടുകളൊന്ന് വെയിലൊക്കെ കൊണ്ട് കഴിയുമ്പോൾ ആ ഒരു ലെവലിൽ നിൽക്കുമല്ലോ എന്ന്. അങ്ങനെ അവരെ ഫീഡിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് തിരിച്ച് കൂട്ടിൽ കയറ്റുകയുണ്ടായി. അതിനുശേഷം നമ്മൾ വീട്ടിൽ വന്നിട്ട് വീണ്ടും പണി തുടങ്ങുകയുണ്ടായി. ഞാൻ പറഞ്ഞില്ലേ, ആട്ടുംകൂടിൻ്റെ ഭാഗവും ഒക്കെ ആകെ വൃത്തികേടായിട്ട് കിടക്കുമായിരുന്നു. അപ്പോൾ ഈ മഴക്കാലമായതുകൊണ്ട് നമ്മുടെ പുല്ല് കൊത്താനും പറ്റില്ല. ശരിക്കും നമ്മുടെ വീട്ടിലെ മണ്ണ് ഈ ചുമല മണ്ണല്ല കേട്ടോ. ശരിക്കും നല്ല ചെളി കൂടിയ മണ്ണാണ്. വെച്ചൂർ വന്നിട്ടുള്ളവർക്കും അല്ലെങ്കിൽ നമ്മുടെ ഈ ഏരിയയെ പറ്റി അറിയാവുന്നവർക്കും അറിയാൻ പറ്റും. അതുകൊണ്ട് ഞങ്ങളിവിടെ കുറച്ച് ഗ്രാവൽ പോലെ ചുമല മണ്ണൊക്കെ ഇട്ട് കൊടുത്തതാണ്. അതുകൊണ്ടാണ് ഈ കൊത്തുമ്പോഴേക്കിന് ചുമല മണ്ണ് കാണുന്നത്. ശരിക്കും കറുത്ത മണ്ണാണ് നമ്മുടെ ഏരിയയിലുള്ളത്. നമ്മൾ പുല്ല് കൊത്തിയപ്പോൾ അതിനുള്ളിൽ നിന്നൊക്കെ മണ്ണിര കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമ്മുടെ പേത്തെ തിന്നാനായിട്ടൊക്കെ വരികയുണ്ടായി. കൂടിൻ്റെ അടിയൊക്കെ ഒരുപാട് ദിവസമായി ക്ലീൻ ചെയ്തിട്ടു. അപ്പോൾ നമ്മുടെ ഒരു സുഹൃത്ത് വന്നപ്പോഴും പറഞ്ഞു, ഇവിടെ ആടിൻ്റെ കാഷ്ടം കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ചെറുതായിട്ട് സ്മെല്ലും കാര്യങ്ങളുണ്ട്. ഈ മഴയായതുകൊണ്ട് നമ്മൾ ക്ലീനിങ്ങിൽ ഞാൻ പറഞ്ഞില്ലേ കുറേ ദിവസമൊക്കെ ആയപ്പോഴേക്കിന് ഇങ്ങനെ വെള്ളം അവിടെ കെട്ടിക്കിടക്കുന്ന ഒരു സ്റ്റേജും വന്നു. അതാണ് ഇത്തിരി ഇതായിപ്പോയത്. എന്തായാലും അതിനുശേഷം മുറ്റവും കാര്യങ്ങളും ഒക്കെ കൂടി ഒന്ന് നന്നായിട്ട് വൃത്തിയാക്കാനും ഉണ്ട്. പശുക്കളൊക്കെ ഫീഡിങ് ഒക്കെ കഴിഞ്ഞിട്ട് നിൽക്കുകയാണ് കേട്ടോ. ആടിൻ്റെ 1-2 കുട്ടികളെയൊക്കെ വെളിയിലാണ് കെട്ടിയേക്കണേ. നമ്മൾ പുല്ല് കൊത്തുന്ന സമയത്തും അവരിവിടെയൊക്കെ ഓടി നടക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഇവിടെ ജാതിയൊക്കെ ഉള്ള 1-2 ജാതി മരമൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ചെറിയ ഇലകളൊക്കെ കഴിച്ചു. അങ്ങനെ ഇങ്ങനെയൊക്കെ അവർ അത്യാവശ്യം ഹാപ്പി ആയിട്ട് നിൽക്കുന്നു. പേത്ത കണ്ടില്ല, ഈ ചാക്ക് മാറ്റിയപ്പോൾ അതിനടിയിൽ കുറേ മണ്ണര കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കഴിച്ചിട്ട് പേത്തയും അതിനടിയിൽ തന്നെ നിൽക്കുക. നമ്മൾ ഓടിച്ചു വിടാനൊന്നും നോക്കില്ല. കാര്യം അതുങ്ങൾക്കും വിശപ്പൊക്കെ ഒന്ന് മാറട്ടെ എന്ന് കരുതി. നമ്മൾ തന്നെയാണ് കേട്ടോ മുതലാളിയും തൊഴിലാളിയൊക്കെ. അതുകൊണ്ട് നമ്മൾ തന്നെയാണ് ക്ലീനിങ്ങിനും കാര്യങ്ങളും. അത്യാവശ്യം പറമ്പിലൊക്കെ ഓവറായിട്ടൊക്കെ പുല്ലാകുമ്പോൾ മാത്രമേ നമ്മൾ വേറൊരു ആരെങ്കിലും നിർത്തിയിട്ട് ചെയ്യിക്കാറുള്ളൂ. ആട്ടുംകുട്ടികൾ കണ്ടില്ലേ, അത്യാവശ്യം നല്ല ആക്റ്റീവാണ്. അത്യാവശ്യം ഓടിക്കളിയാണ്. തീറ്റയൊക്കെ കഴിഞ്ഞുകൊണ്ട് തന്നെ അവർ ഭയങ്കര എനർജറ്റിക് ആയിട്ട് ഓടി കളിക്കുന്നുണ്ട് ഇവിടെയൊക്കെ. പിന്നെ ഇതിനടിയിലെ ചപ്പ് കാര്യങ്ങളൊക്കെ നമ്മൾ തൂത്തുവാരി ഈ കാഷ്ടവും കാര്യങ്ങളൊക്കെ വാരി കളഞ്ഞില്ലെങ്കിലും ആടിന് അസുഖങ്ങൾ കാര്യങ്ങൾ വരാനുണ്ട് കേട്ടോ. അതുകൊണ്ട് അതെല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മൾ നല്ലപോലെ അവിടെ ക്ലീൻ ചെയ്ത് വൃത്തിയാക്കിയിട്ടുണ്ട്. എന്നിട്ട് ആ ചാക്കൊക്കെ ഉണങ്ങാൻ വെയിലത്തിട്ടായിരുന്നു. അതെല്ലാം വീണ്ടും അതേപോലെ തന്നെ ഇട്ട് ഇങ്ങനെ ചാക്കിട്ട് കൊടുക്കുമ്പോൾ നമുക്ക് ഒന്നിടവിട്ടോ അല്ലെങ്കിൽ ഒരാഴ്ച കൂടുമ്പോഴാണെങ്കിലും അതെടുത്ത് ജസ്റ്റ് പെട്ടെന്ന് തന്നെ ക്ലീനിങ് സാധ്യമാകും. അതല്ലാന്നുണ്ടെങ്കിൽ അവിടുത്തെ മണ്ണും കാര്യങ്ങളൊക്കെ ഒഴുകി പോകാനും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. ഡെയിലി അവിടെ വീഴുമ്പോഴും ഒക്കെ ആകെ ബുദ്ധിമുട്ടാണ്. ഇങ്ങനെ ചാക്കിട്ടിട്ട് ഒരു 3 ദിവസം 4 ദിവസം കൂടുമ്പോഴൊക്കെ എടുത്ത് മാറ്റിയാൽ മതി. അതാകുമ്പോൾ പെട്ടെന്ന് ക്ലീനിങ്ങിന് വളരെ ഇതാണ്
എളുപ്പമാണ്. എല്ലാ സൈഡിലും നമ്മൾ ചാക്കൊക്കെ ഇട്ട് നല്ല സെറ്റ് ആക്കിയിട്ടുണ്ട്. കുഞ്ഞു ഇതൊക്കെ നോക്കി നിൽക്കുകയാണ് കേട്ടോ, ഈ അച്ഛൻ എന്താണ് കാണിക്കണം എന്നൊക്കെ കരുതിയിട്ട്. എന്താണേലും പുള്ളിയും കണ്ടു പഠിക്കട്ടെ ഇതൊക്കെ. പതുക്കെ ഇത്തിരി നാൾ കഴിയുമ്പോൾ പുള്ളിയും ചെയ്യും. അതിനുശേഷം അവർക്ക് ഇഷ്ടമുള്ള പ്രൊഫഷൻ അവർ തിരഞ്ഞെടുത്തോട്ടെ. എന്നാലും ആള് TV കാര്യങ്ങളൊന്നും കാണാതെ നമ്മുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു മൊത്തം സമയം. ഇതാ നമ്മളിവിടെ കൊത്തി ക്ലീൻ ചെയ്ത് അത്യാവശ്യം വൃത്തിയാക്കിയിട്ടുണ്ട്. എങ്ങനെയുണ്ട്? കണ്ടില്ലേ? ഈ ആട്ടുംകൂടിൻ്റെ ഭാഗവും ഒക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്തു കേട്ടോ. ഇത് നമ്മുടെ മുട്ടന്മാരെ നിർത്തുന്ന ഏരിയയാണ്. പെണ്ണുങ്ങളെ അപ്പുറത്തെ ചെറിയ കൂടിലും 2 കൂടായിട്ടാണ് നമ്മുടെ ആട്ടിൻകൂട് നമ്മൾ സെറ്റ് ചെയ്തേക്കണത്. അതേപോലെ ഇതാ കണ്ടില്ലേ, ആട്ടിൻകൂടിൻ്റെ മുൻവശം നിങ്ങൾ കുറച്ച് മുമ്പ് കണ്ടപ്പോഴേക്കിന് കണ്ടില്ലേ, ആകെ വൃത്തികേടായിരുന്നു. പുല്ലൊക്കെ മാറ്റി നല്ല വൃത്തിയാക്കിയിട്ട് ഇതാ ചാക്കൊക്കെ വിരിച്ചപ്പോൾ ആ ഏരിയ തന്നെ കാണാൻ നല്ല ഭംഗിയായിട്ടില്ലേ. അതേപോലെ നമ്മൾ പശുക്കൾക്ക് കെട്ടുന്ന ഏരിയയൊക്കെ ചൂല് കൊണ്ട് തൂത്തു. ഇതാ കുഞ്ഞിൻ്റെ അമ്മയുണ്ട് കേട്ടോ കൂടെ. ഞങ്ങളുടെ വീട്ടിലേക്ക് പുതിയൊരു അതിഥി വരാനുള്ള കാത്തിരിപ്പിലാണ്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ കുറച്ചായിട്ട് ദൂരെയൊന്നും പോകാത്തതും അതുകൊണ്ടാണ്. അല്ലെങ്കിൽ ആളും നമ്മുടെ ഒപ്പം വീഡിയോ ചെയ്യാനൊക്കെ വരുമായിരുന്നു. കുഞ്ഞുവാവയ്ക്കായിട്ടുള്ള കാത്തിരിപ്പിലാണ്. അപ്പോൾ നെക്സ്റ്റ് മന്ത് നമ്മുടെ വീട്ടിലേക്ക് കുഞ്ഞൊരു അതിഥി കൂടി എത്തുന്നതായിരിക്കും. അപ്പോൾ ആ ഒരു സന്തോഷമൊക്കെ നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ വീഡിയോയുടെ വിശേഷങ്ങൾ. കണ്ടില്ലേ, പശുക്കളും ഒക്കെ തീറ്റയൊക്കെ കഴിഞ്ഞ് നല്ല ഹാപ്പി ആയിട്ട് നിൽക്കുവാണ്. നമ്മളവിടുത്തെ ആ പുല്ലും ചപ്പും ഒക്കെ മാറ്റിയപ്പോൾ തന്നെ വളരെ വൃത്തിയായിട്ടില്ലേ. എങ്ങനെയുണ്ട് നമ്മുടെ ഈ ഒരു കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനൽ മറക്കാതെ ഒന്ന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ചെയ്തൊക്കെ കൂടിക്കണം കേട്ടോ. അതേപോലെ നിങ്ങളുടെ ഫാമിൻ്റെയോ പെറ്റ്സിൻ്റെയോ ഒക്കെ വീഡിയോ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മളെ വിളിച്ചാൽ ഉറപ്പായിട്ട് നമ്മളൊന്ന് വീഡിയോ ചെയ്യുന്നതായിരിക്കും.